ശ്രീ പ്രശാന്ത് വാസുദേവ് സാർ, ഇവിടെ ഒരിടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് ശരിക്കും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. ശരിക്കും അപ്പോൾ ഈ KSEBയുടെ പ്രയോറിറ്റി എന്താണ്? നേരത്തെ കവലം ശശികുമാർ സാർ സൂചിപ്പിച്ചതുപോലെ ഈ നയത്തിൽ മാറ്റം വരാത്തിടത്തോളം കാലം ഇങ്ങനെ തന്നെ പോകുമോ? ഒരു മാറ്റം വേണ്ടേ ഇതിനൊക്കെ? ഇല്ല, തീർച്ചയായിട്ടും മാറ്റം വേണം. പക്ഷെ നമ്മുടെ ചോദ്യമാണ് ഏറ്റവും വലിയ പ്രസക്തം. ഈ വിസ്മയം എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളതല്ലേ. നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാത്താണ് നമ്മുടെ എക്കാലത്തെയും വലിയ വിഷയം എന്ന് പറയുന്നത്. അപ്പോ നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്യാം, 2050. വെറുതെ അങ്ങ് പറയാം, നമുക്ക് 2050 നമുക്ക് ഈ വിസ്മയം സൃഷ്ടിക്കാൻ കഴിയുമോ? ഇപ്പൊ ഇവിടെ സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ സോളാറിന്റെ കാര്യം. നമുക്ക് ഇപ്പോഴത്തെ ഒരു സ്ഥിതി എടുത്ത് നോക്കിയാൽ ഔദ്യോഗിക കണക്ക് പ്രകാരം തന്നെ നമ്മുടെ ജലവൈദ്യുത പദ്ധതികൾ കേരളത്തിൽ ഏകദേശം 37 ജലവൈദ്യുത പദ്ധതികളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ നിന്ന് കിട്ടുന്നത് 20-30% വൈദ്യുതിയാണ്. അപ്പൊ നമ്മുടെ മൊത്തം വൈദ്യുതി ഉത്പാദനത്തിന്റെ 20-30% കിട്ടുന്നത് ഈ ജലവൈദ്യുത നിലയങ്ങളിൽ നിന്നാണ്. ബാക്കി ഒരു 3-5% മാത്രമേ സോളാറിൽ നിന്ന് നിലവിൽ കിട്ടുന്നുള്ളൂ, വെറും 3-5%. ബാക്കി 65-75%, 65-75% എന്ന് പറയുന്നത് നമ്മൾ പവർ എക്സ്ചേഞ്ച് വഴിയും ദീർഘകാല കരാറടിസ്ഥാനത്തിലും അതുപോലെ NTPC വഴിയും ഒക്കെ നമ്മൾ ലഭ്യമാക്കുന്ന വൈദ്യുതിയാണ്. അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. അപ്പൊ ഈ ഒരു പ്രപ്പോർഷൻ നമുക്ക് നേരെ തിരിച്ചു വരണം. അത് 2050 സാധ്യമാകുമോ? എങ്ങനെ? നമുക്ക് സോളാർ എന്നുള്ളത് നിലവിലെ 3-5% നിന്ന് സോളാർ ഒരു 50-60%, സോളാർ എന്നുള്ള വൈദ്യുതി 50-60% ആക്കാൻ മാറ്റുമോ? നമ്മുടെ ജലവൈദ്യുത പദ്ധതികൾ എന്നുള്ളത് നമുക്ക് 20-30%, 15-20% കുറയ്ക്കാം. ബാക്കിയുള്ളത് എന്ന് പറയുന്നതിൽ ഒരു 20%-ൽ 15% എന്തെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രസക്തം. അവിടെയാണ് നമ്മുടെ പംപ്ഡ് സ്റ്റോറേജ് പ്രോജക്ട് ഇപ്പോഴും കേരളത്തിൽ ഇല്ല. അതിലേക്ക് ഞാൻ വരാം. പംപ്ഡ് സ്റ്റോറേജ് അല്ലെങ്കിൽ ബാറ്ററി സ്റ്റോറേജ്, ബയോമാസ്, വേസ്റ്റ് ടു എനർജി, കാറ്റാടി, ഈ പറയുന്നതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടേണ്ടതാണ് ബാക്കി 15%. അങ്ങനെ പറയുമ്പോൾ നമുക്ക് പിന്നെ ഒരു 5% മാത്രമേ ഔട്ട്സോഴ്സ് ചെയ്ത് വരുന്നുള്ളൂ. അപ്പൊ ഈ ഒരു പ്രപ്പോർഷനിലെ നേരെ തിരിച്ചുള്ള ഒരു റിവേഴ്സ്, തിരിച്ചുള്ള ഒരു പ്രക്രിയ നമുക്ക് സാധ്യമാകുമോ? അത് സാധ്യമാകുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിനൊരു 2050 എന്നോ മറ്റോ നമുക്കൊരു ഇയർ സെറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു വ്യക്തമായ പ്ലാനിങ്, ആ പ്ലാനിങ്ങിന്റെ ഇംപ്ലിമെന്റേഷൻ നമുക്ക് 2010 ദേശീയ സോളാർ മിഷൻ വരുന്നത്. അന്നേ ഗുജറാത്ത് പണി തുടങ്ങി കഴിഞ്ഞു. ഗുജറാത്തിന് അന്നേ റൂഫ് ടോപ്പ് സോളാറും സോളാർ പാർക്കുകളൊക്കെ അവരും തുടങ്ങി. പക്ഷെ നമുക്ക് അനർട്ട് നമ്മുടെ പദ്ധതി റൂഫ് ടോപ്പ് സോളാർ പദ്ധതി തുടങ്ങുന്നത്, അല്ലെങ്കിൽ സോളാർ പദ്ധതി തുടങ്ങുന്നത് 2012 സെപ്റ്റംബറിലാണ്. 2 വർഷം നമുക്ക് കടന്നുപോയി. അന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് സോളാർ പാനൽ വില കൂടുതലായിരുന്നു, അന്ന് സാങ്കേതിക സംവിധാനങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ആ 2 വർഷം നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിലെങ്കിലും ഒരു 50% നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ ഈ റൂഫ് ടോപ്പ് സ്ഥാപിച്ചിരുന്നുവെങ്കിൽ അത് പൊതുജനത്തിന് ഒരു മാതൃകയാകുമായിരുന്നു. ആ മാതൃക വെച്ചിട്ട് നമുക്ക് ധൈര്യമായിട്ട് ബാക്കി ബോധവൽക്കരണം എളുപ്പമായിരുന്നു. എന്നിട്ട് എന്ത് പറ്റി? 2012 അനർട്ട് പ്ലാൻ ചെയ്ത 10,000 വീടാണ്. അത് കഴിഞ്ഞിട്ട് 2018 സൗര പദ്ധതി അനർട്ടും സോളാറും KSEB ചേർന്ന് കൊണ്ടുവരുമ്പോ 2018 അപ്പോഴും ഈ 10,000 വീട്ടിൽ 6,500 വീടിന് മാത്രമേ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് 2018 സൗര വന്ന് ഇപ്പോ 2026 നിൽക്കുമ്പോൾ എന്റെ അറിവിൽ 2 ലക്ഷത്തിൽ താഴെ വീടുകളിലാണ്, 1.78 ലക്ഷം മറ്റാണ് തോന്നുന്നു, അത്രയും വീടുകളിലാണ് ഇപ്പോഴും റൂഫ് ടോപ്പ് പദ്ധതി ഉള്ളത്. ആ പദ്ധതി നമുക്ക് ഒരു 20-30 ലക്ഷം വീടുകളിലേക്ക് ആക്കാൻ കഴിഞ്ഞാൽ തന്നെ ഈ ഞാൻ പറഞ്ഞ 2050 വിസ്മയം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കല്ല, പൊതുവെ എനിക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവുന്നത് അങ്ങനെയാണ്. അപ്പൊ അത്തരത്തിൽ ഒരു മാറ്റം. അപ്പൊ നമ്മൾ ഈ പംപ്ഡ് സ്റ്റോറേജിന്റെ കാര്യം പറഞ്ഞല്ലോ. പംപ്ഡ് സ്റ്റോറേജ് സാധാരണ ജനങ്ങൾക്ക് അറിയില്ലെങ്കിലും ഇവിടെ ഇരിക്കുന്ന പാനലുള്ള എല്ലാവർക്കും അറിയാം. പംപ്ഡ് സ്റ്റോറേജ് ഇപ്പൊ 13 കേന്ദ്രങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത് KSEB കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നത്. ആ 13-ൽ 2 അവര് അതിന് അംഗീകാരം കൊടുത്തു. മഞ്ഞപ്പാറയിലും വേറൊരു സ്ഥലത്തും അംഗീകാരം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പംപ്ഡ് സ്റ്റോറേജ് പദ്ധതി വരാൻ 5 മുതൽ 8 വർഷം വരെ എടുക്കും. അവിടെയും പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്, അവിടെയും തുരങ്കങ്ങൾ ചിലപ്പോൾ വേണ്ടിവരും, പല സംവിധാനങ്ങൾ വേണ്ടിവരും. അപ്പൊ നമ്മൾ 10-20 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങേണ്ടിയിരുന്ന സംഗതി നമ്മൾ വൈകി തുടങ്ങും. ഇതാണ് നമ്മുടെ പ്രശ്നം. ഡിലേ ഇൻ ഇംപ്ലിമെന്റേഷൻ, ഡിലേ ഇൻ പ്ലാനിങ്, ഇവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. അതുകൊണ്ട് നമ്മുടെ നടപടികളിലെ വേഗത നമുക്ക് കൂട്ടാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ഗോൾ സെറ്റ് ചെയ്ത് 2050 അല്ലെങ്കിൽ 2060 എത്ര ആയിക്കോട്ടെ, പക്ഷെ ആ ഒരു സമയത്തിൽ നമുക്ക് ഈ ഒരു ഈ 50-60% വൈദ്യുതി സോളാറിൽ നിന്ന് കിട്ടുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ. അപ്പം ഈ സോളാറിനുള്ള ഒരു സപ്പോർട്ടാണ് പംപ്ഡ് സ്റ്റോറേജും ബാറ്ററി സ്റ്റോറേജും എന്നൊക്കെ പറയുന്നത്. അപ്പൊ കാറ്റാടി, രാമക്കൽമേട്ടിലും പാലക്കാട് ഗ്യാപ്പിലും ഒക്കെ ഇപ്പോഴും സംവിധാനങ്ങൾ നടപ്പാൻ കഴിയുന്നത് പൊതുമേഖലത്തിന് വേണമെന്നില്ലല്ലോ. എന്തുകൊണ്ട് നമ്മൾ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് അവിടെ ആകർഷിക്കുന്നില്ല?
കാറ്റാടി വിൻഡ് മില്ലിന്റെ കാര്യത്തിലായാലും നമുക്ക് എന്തുകൊണ്ട് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആകർഷിച്ചുകൂടാ? ഈ ചോദ്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം നമ്മൾ ഒരു സർക്കാരിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇത് നമ്മുടെ സിസ്റ്റത്തിന്റെ മറ്റൊരു KSEB മാത്രം കുറ്റപ്പെടുത്തണ്ട, മൊത്തം